നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിലെങ്ങും 79ാം സ്വാതന്ത്ര്യ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ കാളത്തോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിൽ സന്ദീപ് വാര്യർ മേയർ MK വർഗീസിനും സുരേഷ് ഗോപിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി. വോട്ട് ചോർച്ചയിലൂടെ ഭരണഘടനയുടെ ആത്മാവ് മോദി തകർത്തതായി MP ബെന്നി ബെഹനാൻ നൈറ്റ് മാർച്ചിൽ ആരോപിച്ചു. മണ്ണുത്തി താണിക്കുടം മേഖലകളിൽ വെള്ളിയാഴ്ചയുണ്ടായ കനത്ത മഴ വൻ നാശനഷ്ടങ്ങളുണ്ടാക്കി. വീടുകളിലും റോഡിലും വെള്ളം കയറി. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനിലും നിക്ഷിപ്തമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഹവർത്തിത്വത്തോടെ മുന്നോട്ടു പോകാൻ ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉൾക്കൊള്ളൽ ജനാധിപത്യ സങ്കല്പനം പൂർണ്ണ അർത്ഥത്തിൽ സഫലീകരിക്കാൻ കഴിയണം. സമൂഹത്തിൽ ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മീതെ അപകടമണികൾ മുഴക്കിക്കൊണ്ട് 2.5 നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശം അടിമസമാനമായ ഒരു ജീവിതം ജനങ്ങൾക്ക് നൽകിയപ്പോൾ അതിൽ നിന്നും നാം ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ സാംസ്കാരിക വൈവിധ്യം കൊണ്ടുകൂടിയാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഉച്ചനീചത്വവും കിരാതമായ ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് പുതിയ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് രാജ്യത്തെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം സ്വാതന്ത്ര്യാനന്തരം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഏറ്റെടുത്തിരുന്നു. അടിച്ചമർത്തലും പീഡനങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്നും നമ്മുടെ നേതാക്കൾ ഏറ്റെടുത്തതാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, DFO അഭയ് യാദവ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 26 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാം മറന്നെടുത്ത് ചാടിയ നിസ്വാർത്ഥരായ ധീരദേശാഭിമാനികളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ആവേശപൂർവം നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതിന്റെ ബഹുസ്വരതയാണ്. അതിന്റെ സമൃദ്ധമായ വൈജാത്യങ്ങളും അനന്തമായ വൈവിധ്യങ്ങളുമാണ്. പല വർണ്ണങ്ങളിലുള്ള പല സുഗന്ധത്തിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെയുള്ള ഈ രാജ്യത്തെ സാംസ്കാരിക സവിശേഷതകളുടെ വൈജാത്യത്തെയും വൈവിധ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തിയത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മേലെ അപകടമണികൾ മുഴക്കിക്കൊണ്ട് 2.5 നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ബ്രിട്ടീഷ് അധിനിവേശം അടിമ സമാനമായ ഒരു ജീവിതം ജനങ്ങൾക്ക് നൽകിയപ്പോൾ അതിൽ നിന്ന് നാം ഉയർത്തെണീറ്റത് നമ്മുടെ നാടിന്റെ ഈ സമൃദ്ധ വൈജാത്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ബലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഏവരെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം അതിന്റെ അമരന്മാരായ നേതാക്കൾ പടുത്തുയർത്തിയത്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത
വിലപിടിച്ച സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരനിലും നിക്ഷിപ്തമാകുന്ന ഉത്തരവാദിത്തമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ തയ്യാറാക്കിയ ഭരണഘടന ലോകത്തിലെ തന്നെ എല്ലാ ഭരണഘടനകളെക്കാളും വിശിഷ്ടമായ ഒന്നാണ്. ജാതി വ്യവസ്ഥ ഉൾപ്പെടെ രാജ്യത്ത് ആയിരക്കണക്കിന് വർഷങ്ങളോളം നിലനിന്ന അസമത്വ ജടിലമായിട്ടുള്ള അധികാര ഘടനയുടെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിച്ച വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ വിരചിതമായ നമ്മുടെ ഭരണഘടന രാജ്യത്തെ ഓരോ മനുഷ്യർക്കും തുല്യതയും സമത്വവും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ്. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് മറികടക്കാൻ വെല്ലുവിളികൾ ഏറെയെന്ന അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പൂർവികർ നേടിത്തന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അവർ വിഭാവനം ചെയ്ത രീതിയിലാണോ ഇന്നത്തെ ഭരണകർത്താക്കൾ മുന്നോട്ടു പോകുന്നതെന്ന് സമൂഹം ചർച്ച ചെയ്യുന്നതെന്നും നമുക്ക് നേരിടാനുള്ളത് വലിയ വെല്ലുവിളികളാണെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി DCC ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വെല്ലുവിളികളെയും സധൈര്യം മറികടക്കാൻ ഏവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നേതാക്കളായ TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ, IP പോൾ, രാജൻ പല്ലൻ, KK ബാബു, B സുരേഷ് കുമാർ, സിജോ കടവിൽ, ബൈജു വർഗീസ്, KH ഉസ്മാൻ ഖാൻ, KB ജയറാം, P ശിവശങ്കരൻ, രവി താണിക്കൽ, MS ശിവരാമകൃഷ്ണൻ, PD റപ്പായി എന്നിവർ സംസാരിച്ചു. ദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇന്നത്തെ ഭരണകർത്താക്കൾ നമ്മുടെ പൂർവികർ വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അനുവദിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറെ വെല്ലുവിളികൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം ഏറെ മുന്നോട്ട് പോയി. പക്ഷേ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികൾ ഇന്ന് അതാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഓരോ അംഗമെന്ന നിലയിലും ഈ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ ഭരണകർത്താക്കൾ ഉയർത്തുന്ന ഈ വെല്ലുവിളികൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ജനാധിപത്യ മൂല്യങ്ങൾ, മതേതര മൂല്യങ്ങൾ, ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ, അതിന് നേരെ ഭരണകൂടം തന്നെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മളുടെ പൂർവികർ നമ്മുടെ ദേശീയ പ്രസ്ഥാനം നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യം അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തരും നിറവേറ്റാൻ ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ മുന്നോട്ട് വരണമെന്ന് മാത്രം ഇത്തരണത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഈ സുദിനത്തിന്റെ പ്രോജ്വലാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. വോട്ട് ചോർച്ചയിലൂടെ ഭരണഘടനയുടെ ആത്മാവ് മോദി തകർത്തുവെന്ന് ബെന്നി ബെഹനാൻ MP. പൗരാവകാശത്തിന്റെ രചിതരേഖയായ വോട്ടർ പട്ടികയുടെ ക്രമക്കേടിലൂടെ മോദി ഭരണഘടനയുടെ ആത്മാവ് തകർത്തുവെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം ബെന്നി ബെഹനാൻ MP പറഞ്ഞു. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച KPCC ആഹ്വാനപ്രകാരം നടത്തിയ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയാതെ ചട്ടങ്ങൾ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ സംസ്കാരത്തെ സുരേഷ് ഗോപിയും BJPയും ചവിട്ടിമെതിച്ചു. വെള്ളിത്തിരയിൽ നിന്നായതിനാൽ സുരേഷ് ഗോപിക്ക് ഇരട്ട റോളിൽ വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് 2 ഇടങ്ങളിൽ വോട്ടുണ്ടായത്. പരാജയത്തിന്റെ പേരിലല്ല, ജനാധിപത്യത്തിന് വേണ്ടിയാണ് വോട്ട് ചോരി ക്രമക്കേടിൽ കോൺഗ്രസ് സമരരംഗത്തുള്ളതെന്നും ബെന്നി ബെഹനാൻ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, സന്ദീപ് വാര്യർ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, A പ്രസാദ്, KB ശശികുമാർ, IP പോൾ, സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, TM നാസർ, P ശിവശങ്കരൻ, CB ഗീത, KV ശിവദാസൻ, KB ജയറാം, സജീവൻ കുര്യച്ചിറ, രവി താണിക്കൽ, സജി പോൾ മാടശ്ശേരി, T നിർമ്മല, ഹരീഷ് മോഹൻ, ഗോകുൽ ഗുരുവായൂർ എന്നിവർ നേതൃത്വം നൽകി. നടുവിലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പന്തംകുളത്തി നടത്തിയ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചതിനു ശേഷം മെഴുകുതിരികൾ കത്തിച്ച് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം നേർന്നു. ഭരണഘടനാ സംരക്ഷണ സദസ്സും സ്വാതന്ത്ര്യ ദിനാഘോഷവും യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിയോ രാജൻ അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ജി വാര്യർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. വോട്ട് കൊള്ളക്കെതിരെയും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങൾക്കെതിരെയും സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ അർഹരായ 100 കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ് മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജിജോ മോൻ ജോസഫ്, ജിജോ ജോർജ്, PU ഹംസ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സിജോ സണ്ണി, അനിൽ തെക്കൂട്ട്, ജൻസൺ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോകത്ത് രാഷ്ട്ര നേതാക്കളും വില കൊടുക്കാത്ത ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളെ അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ സോവറിനിറ്റിയെ, ഇന്ത്യയുടെ സ്വാധികാരത്തെ അമേരിക്ക പോലൊരു രാജ്യം അമേരിക്കയുടെ പ്രസിഡന്റ് ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പോലും പറയാൻ കഴിയാത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോ മൗനം പാലിച്ചുകൊണ്ട് മൗനത്തിന്റെ വാൽമീകത്തിൽ കയറി ഒളിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിലും വലിയ നാണക്കേടെന്താ സംഭവിച്ചത്? അമേരിക്കയുടെ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുക നമ്മുടെ രാജ്യത്തെ 50% താരിഫ് തീർത്തു കളയുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് എന്താ പറഞ്ഞത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോ അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് 39 തവണയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. 39 തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ഇത് ആവർത്തിച്ചിട്ടും ഒരു തവണ പോലും മറുപടി കൊടുക്കാൻ കഴിയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുന്ന് വിയർക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോൾ മുട്ടിടിക്കുകയാണ്. ഭയമാണ്. 56 ഇഞ്ച് നെഞ്ചളവ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പ്രധാനമന്ത്രിക്ക്. നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു 971-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ. എന്താണ് സംഭവിച്ചത്? 71-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഒരു ഭീഷണിക്കത്ത് അയക്കുന്നുണ്ട്. എന്താണ് ആ ഭീഷണിക്കത്ത്? ആ ഭീഷണിക്കത്തിൽ പറഞ്ഞു, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ, ഇന്ത്യ പാകിസ്ഥാനിൽ പിന്മാറിയിട്ടില്ലെങ്കിൽ ഇതാ ഞാൻ അമേരിക്കയുടെ 7ാം കപ്പൽ പടയായി എത്തുന്നു, ഇന്ത്യയെ ഞങ്ങൾ തീർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് ഇന്ത്യക്ക് ഒരു ഭീഷണിക്കത്ത് അയച്ചു. പ്രിയപ്പെട്ടവരെ, അതിനൊരു മറുപടി ഈ രാജ്യത്ത് പോയി. എന്തായിരുന്നു മറുപടി? എന്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയ മറുപടി? നിങ്ങളുടെ 7ാം കപ്പൽപ്പട അറബിക്കടലിലേക്ക് വന്നാൽ അത് വന്നതുപോലെ തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി. അതാണ് 56 നെഞ്ചളവ്. അല്ലാതെ മോദി പറയുന്നത് പോലെയല്ല. മോദി ട്രംപിന് മുന്നിൽ മുട്ടടിക്കുന്ന കാഴ്ചയാണ് ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഏറ്റവും അപമാനം ഉണ്ടാകുന്നത്. ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പാകിസ്ഥാനെ 2 കഷ്ണമാക്കി വിട്ടു. പാകിസ്ഥാനെ 2ആക്കി വിട്ട് മറ്റൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ആ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. BJP-ക്കാരൻ ഓർമ്മ വേണം അല്ലെ? ഞങ്ങൾ പാകിസ്ഥാനെ കയറി എടുത്തു, പാകിസ്ഥാനെ അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്ന BJP-ക്കാരൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനെ 2 കഷ്ണമാക്കി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അത് മറന്നു പോകരുത്. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച കനത്ത മഴയിൽ മണ്ണുത്തി സെന്ററിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മേൽപ്പാലത്തിന്റെ തെക്ക് വശത്തെ സർവീസ് റോഡിലും പട്ടാളക്കുന്ന് റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനടയാത്ര ദുഷ്കരമായി. പരിസരത്തെ വീടുകളിലും വെള്ളം കയറി.
വീട്ടുപകരണങ്ങൾ മുങ്ങിയതോടെ പലരും വീട് വിട്ടുപോയി. മണ്ണുത്തി ബൈപ്പാസ്, ഓട്ടോറിക്ഷപേട്ട, കുണ്ടുകുളം റോഡ്, സന്തോഷ് നഗർ എന്നിവിടങ്ങളിലും വെള്ളം കയറി. ഓരോ മഴ പെയ്യുമ്പോഴും ഇവിടെ വെള്ളം കയറുന്നത് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല. പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതോടെ അവരും പ്രതിഷേധത്തിലാണ്. മന്ത്രി, MP, MLA, കൗൺസിലർ എന്നിവർ ആരും വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഞാനിവിടെ 1980 മുതൽ സ്ഥാപിക്കുന്നതാണ്. ഈ കോളനിയിൽ 6 വീടുകളാണ് ഉള്ളത്. ഇത്ര ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഇതുവരെ ഇതിനകത്ത് വെള്ളം കയറിയിട്ടില്ല. പല പ്രാവശ്യവും വെള്ളം മുറ്റത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യമാണ് വളരെ കൂടുതലായിട്ട് വെള്ളം കയറിയത്. ഞങ്ങളൊക്കെ 3-4 പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു. പക്ഷേ എപ്പോഴും നമുക്ക് വീട് ഒഴിഞ്ഞു പോകാൻ സാധ്യത പറ്റില്ലല്ലോ. എന്ത് ചെയ്യണം? ഞാനിവിടെ മേയറെ വിളിച്ച് പറഞ്ഞു. മേയർ ഹെൽപ്ലെസ് എന്ന് പറയുന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ പ്രതിനിധി മറ്റ് ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ഈ പ്രശ്നവുമായിട്ട് ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ട്. അവർ പോയി പറഞ്ഞിട്ടുണ്ട്, കളക്ടറെ കണ്ടിട്ടുണ്ട്. ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ നാഷണൽ ഹൈവേയുടെ ഈ ചാനൽ ഉണ്ടാക്കിയതിൻ്റെ അപാകതയാണ് ഇത് പ്രധാന കാരണം. വീതിയില്ല, താഴ്ചയില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകാനില്ല. എല്ലാം മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കൂടെ കുത്തി ഒഴുകി ഈ ഭാഗത്തേക്കാണ് വരിക. ഈ നടത്തറ ജംഗ്ഷൻ മുതൽ ഈ മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്ത് കടകളിലും വീടുകളിലും എല്ലായിടത്തും വെള്ളം കയറും. എന്ത് ചെയ്യാനാ? അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. NHകാരെ മുൻപ് നിർത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അല്ലാതെ ഈ പ്രശ്നം തീരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം. ആരോടാ പറയുക? ഞാനിപ്പോൾ മന്ത്രിക്ക് ഒരു കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MLA രാജൻ അദ്ദേഹത്തിന് ഇടപെടുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ MLA ആണ് അദ്ദേഹം. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. വർഷങ്ങളായി ഞങ്ങളിവിടെ വെള്ളത്തിലാണ് മഴക്കാലത്ത് കഴിയുന്നത്. ആരോട് പറഞ്ഞിട്ടും ഒരു പ്രതീതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കലക്ടറെ കാണാൻ പോയാലും മേലധികാരികളെ ആരെ കാണാൻ പോയാലും അവർ കൈമലർത്തുകയുള്ളൂ. അല്ലാതെ സഹായിക്കാനുള്ള മനസ്ഥിതി ആർക്കും കാണുന്നില്ല. എൻ്റെ 2 കാലിനും മുട്ട് മാറ്റി വെച്ച ശസ്ത്രക്രിയ കഴിഞ്ഞ വ്യക്തിയാണ്. നടക്കാൻ പ്രയാസമുണ്ട്. മുകളിൽ കയറാൻ പറ്റില്ല. മക്കൾ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ അവിടേക്ക് പോകാനുള്ള അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ്. മണ്ണുത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ മന്ത്രി, അതുപോലെ ബഹുമാനായ നമ്മുടെ MP, മേയർ, MLA, കൗൺസിലർ ഇവർക്കൊക്കെ കഴിഞ്ഞ വട്ടം ഉണ്ടായതിനു ശേഷം വീണ്ടും രേഖാമൂലം കത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ കാണുന്ന കാനകൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ നിർദ്ദേശിച്ച മാതിരി അഡീഷണൽ ഒരു കാന ഇവിടെ വേണം. വീതിയിലും താഴ്ചയിലും ഒരു കാനയില്ലെങ്കിൽ മണ്ണുത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കടം ഞാൻ പലവട്ടം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അതില്ലാത്ത പക്ഷം ഞങ്ങൾ ഇനി ചെയ്യേണ്ടതായുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിലേക്ക് വരുത്തരുതെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ MP-യോടും മന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നു. നിർധന കിടപ്പ് രോഗികൾക്ക് പരിചരണ സംവിധാനങ്ങളുടെ വിതരണം ഡിവിഷൻ കൗൺസിലർ ബീന മുരളി ഉദ്ഘാടനം ചെയ്തു. അലി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബെഡ്, ഓക്സിജൻ സിലിണ്ടർ, വീൽ ചെയർ, വാക്കർ, എയർബെഡ്, വാട്ടർ ബെഡ് എന്നിവയാണ് വിതരണം ചെയ്യുന്നത്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ മുന്നിൽ സഹായിക്കാൻ പറ്റാതെ
തീർത്തും ഒരുപാട് നന്മ ചെയ്ത വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് ആസിഫലിയായ. മണ്ണുത്തി ജനസേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. രാവിലെ 8 മണിക്ക് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പതാക ഉയർത്തി. പതാക ഉയർത്തിയതിനു ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കോർപ്പറേഷൻ 16ാം ഡിവിഷനിലെ DLR തൊഴിലാളികളെ ആദരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായി. ജനസേവന സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ തൃശൂർ കോർപ്പറേഷൻ മേയറിന് പുറമെ വൈസ് പ്രസിഡന്റ് PG മുരളീധരൻ, സെക്രട്ടറി CO വിൽസൺ, വനിതാ വിഭാഗം സെക്രട്ടറി അല്ലി മോഹനൻ, ട്രഷറർ ലിബ ഡിക്സൺ തുടങ്ങിയ മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. विजयी विश्व तिरंगा प्यारा मातृभूमि का तन मन सारा, मातृभूमि का तन मन सारा, झंडा ऊंचा रहे हमारा, झंडा ऊंचा रहे हमारा। स्वतंत्रता के भीषण रण में लग कर जोश बढ़े चन चन में, काम शत्रु को देख के मन में मिट जाए भय संकट सारा, मिट जाए भय संकट सारा, झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा। സ്വാതന്ത്ര്യത്തിനു വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ധീരസേനാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം മുക്കാട്ടുകരയിൽ സമുചിതമായി ആഘോഷിച്ചു. അനേകം മഹാത്മാക്കൾ ഉയർത്തിപ്പിടിച്ച രാജ്യത്തിന്റെ ആശയങ്ങൾക്ക് ഭീഷണി ഉയരുമ്പോൾ അതിനെതിരെ പോരാടുമെന്നും ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നവർ ഭരണഘടനാ ആശയങ്ങളെ ഇല്ലാതാക്കാനും സർവ്വതും വ്യാജമായി സൃഷ്ടിക്കാനും വ്യഗ്രത കാണിക്കുമ്പോൾ ഉറച്ച മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകാമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന നേതാവ് CG സുബ്രഹ്മണ്യൻ ദേശീയ പതാക ഉയർത്തി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. എന്നെ ഞാനായും നിന്നെ നീയായും ജീവിക്കാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടതെന്ന് ആമുഖ പ്രഭാഷണത്തിൽ ജൻസൺ ജോസ് കാക്കശ്ശേരി അഭിപ്രായപ്പെട്ടു. ജോസ് കുന്നപ്പള്ളി, അന്നം ജേക്കബ്, KK ആന്റോ, നിധിൻ ജോസ്, CK ജോൺ, രഞ്ജിത്ത് ചന്ദ്രൻ, CD റാഫി, ഷാജു ചിറയത്ത്, EV വിൽസൺ, ജോൺ C ജോർജ്, KK ശശി, CA വിൽസൺ, KA ബാബു, CP ബേബി, വർഗീസ് മാണിക്കത്ത് പറമ്പിൽ, TA ജോൺ, ജോബി ചാക്കോ, വിഷ്ണു വേണു, ലിയോൺ വേലൂക്കാരൻ, TA ജോഷി എന്നിവർ നേതൃത്വം നൽകി. താണിക്കുടം സെന്ററിലെ കാന നിർമ്മാണത്തിലെ അപാകത മൂലം പരിസരത്തെ കടകളിലും വീടുകളിലും വെള്ളം കയറിയതായി ജനകീയ സമിതി കൺവീനർ അഭിലാഷ് വിജയൻ, താണിക്കുടം M വിജീഷ് എന്നിവർ പറഞ്ഞു. താണിക്കുടം പൊങ്ങണങ്കാട് റോഡ് നിർമ്മാണത്തിലും നിരവധി പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറിയാണ് അപാകതകൾക്ക് കാരണമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. ആസ്പദമായിട്ടാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണം നടക്കുന്നത്. നമുക്കറിയാം, ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, പഴയ കാന ഇവിടെ നിർത്തിക്കൊണ്ട് ഈ പുതിയ കാന നിർമ്മിക്കാതെ അതിലേക്ക് വെള്ളം ചാടിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെക്കൻകര പഞ്ചായത്തിൽ ഇതേപോലെ അവസ്ഥയിൽ ജനങ്ങൾ ഇടപെടുകയും അതിൻ്റെ ഫലമായി അവിടെ കറക്റ്റ് അളവിൽ കാന നിർമ്മിക്കുകയും അതുപോലെ തന്നെ റോഡ് സമഗ്രമായി നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ മാടക്കത്ര പഞ്ചായത്തിൽ വന്നപ്പോൾ പല ഉന്നത നേതാക്കന്മാരുടെയും ഇടപെടൽ മൂലം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ എല്ലാ വിവരാവകാശ രേഖകളും ഉൾപ്പെടെ സമർപ്പിച്ച് അതിൻ്റെ അധികാരികൾക്ക് പരാതി നൽകാനുമാണ് ഇവിടുത്തെ തീരുമാനം. ഈ താണിക്കുടം മേഖലയിലും അതുപോലെ തന്നെ പൊങ്ങണങ്ങാട് മേഖലയിലും വളരെ ശക്തമായി തന്നെ പ്രതിഷേധങ്ങളും അടുത്ത കാലങ്ങളിൽ ഉണ്ടായിരിക്കും. അത് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട്
ഇതിനെ എതിർക്കാൻ തന്നെയാണ് ഇവിടുത്തെ തീരുമാനം. സെന്റ് എലിസബത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ 79ാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടി. രാവിലെ 8:30 സ്കൂൾ മുറ്റത്ത് സെന്റ് എലിസബത്ത് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ റോസിലി പതാക ഉയർത്തി. ദേശഭക്തി ഉണർത്തുന്ന നൃത്തച്ചുവടുകളും താളരാഗങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ വിഭാഗങ്ങളിലായി കളറിംഗ്, സ്പീച്ച്, എസ്സേ റൈറ്റിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ മധുര പലഹാര വിതരണവും ഉണ്ടായി. കരുമത്ര ആരോഗ്യമാതാ ദേവാലയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളും ആഘോഷിച്ചു. വികാരി ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ പതാക ഉയർത്തി. CLC, മാതൃവേദി എന്നീ സംഘടനകൾ നേതൃത്വം നൽകി. CLC അംഗങ്ങൾ തൃശൂരിലും പരിസരങ്ങളിലും കഴിയുന്ന നിർധനരായവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. കൈക്കാരന്മാരായ ഡേവിസ് തേർമഠം, തോമസ് വടക്കൻ, ജോയൽ കണ്ണീറ്റ് കണ്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മാടക്കത്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന് കത്തുകൾ അയച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 14 രാവിലെ 9 മണിക്ക് കട്ടിലപ്പുറത്താണ് പരിപാടി നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധനീഷ് കെ ദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺസൺ മല്യത്ത് ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് ജില്ലാ ഉപാധ്യക്ഷൻ ഡോക്ടർ മനോജ് പുഷ്കർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം LC സ്വാഗതം ആശംസിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ,
യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിജോ വള്ളിയാട്ടിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം ജനറൽ സെക്രട്ടറി സോബിൻ സോണി നന്ദി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മാത്യു, റെനീസ്, ഷോബി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂക്കര സാരഥിയുടെ നേതൃത്വത്തിൽ വാർഷികവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന പതാക ഉയർത്തലും പ്രസിഡന്റ് കൃഷ്ണകുമാർ നിർവഹിച്ചു. സാരഥിയുടെ 29ാമത് ജന്മദിനം കൂടിയായിരുന്നു ഇന്ന്. ഇതോടനുബന്ധിച്ച് ക്ലബ്ബ് മെമ്പർ രാജേഷ് ചെറുവാറ എല്ലാ മെമ്പർമാരെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്ത് സംസാരിച്ചു. വനിതാ കൂട്ടായ്മയിലെ പ്രസിഡന്റ് വീണ രതീഷ് എല്ലാ മെമ്പർമാരെയും സ്വാഗതം ചെയ്തു. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാവ്യ രഞ്ജിത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് ശോഭ ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഷാൻസ് പൗലോസ്, പ്രേമൻ കൊരട്ടിക്കാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റിജിൻ നാലുകണ്ടത്തിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ ഏരാത്ത്, നിഷ സുധീഷ്, വില്യംസ് വൈക്കാടൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. പുത്തൂർ എരവിമംഗലം സർവോദയ നഗറിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. എം കൃഷ്ണപ്രസാദ്, പി രാജേഷ് കണ്ണൻ, പി ആർ ജയകിഷോർ, ഏഞ്ചോ ജോണി എന്നിവർ പ്രസംഗിച്ചു. പതാക വന്ദനം, ദേശഭക്തി ഗാനാലാപനം എന്നിവയും ഉണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കൂർ, പൊന്നൂക്കര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രഹാസൻ പതാക ഉയർത്തി. പൊന്നൂക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി ജിനിൽ കുണ്ടോളി, ട്രഷറർ ജാക്സൺ CJ, മറ്റ് ഭാരവാഹികൾ, വ്യാപാരി പ്രതിനിധികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മഴ കനത്തതോടെ ദേശീയപാത മുടിക്കോട് നടക്കുന്ന അടിപ്പാത നിർമ്മാണം ഇന്നും കനത്ത വാഹന ബ്ലോക്ക് സൃഷ്ടിച്ചു. ആംബുലൻസുകൾ പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം വാഹനങ്ങളുടെ നീണ്ട നിര കിലോമീറ്ററോളം നീണ്ടതോടെ വാഹനയാത്രക്കാർ നട്ടം തിരിഞ്ഞു. മാസങ്ങളായി ഈ പ്രശ്നം തുടരുന്നുവെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ജനങ്ങളുടെ പ്രതിഷേധം രൂക്ഷമാകുമ്പോൾ മന്ത്രിയും പോലീസ് അധികാരികളും സ്ഥലത്ത് വന്ന് നിരവധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരും വാഹന ഉടമകളും യാത്രക്കാരും പരാതി പറയുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് മണ്ണുത്തി അഗ്രിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂവഞ്ചിറ കരിഷ്മയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചുവന്നമണ്ണ് പള്ളി വികാരി ഫാദർ ആനു ചാലിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടറിന്റെ കൈമാറ്റവും മറ്റ് ഫലവൃക്ഷ തൈകളുടെ വിതരണവും ഡിസ്ട്രിക്ട് സെക്രട്ടറി പ്രശാന്ത് മേനോൻ നിർവഹിച്ചു. പ്രസിഡന്റ് ജേക്കബ് നെറ്റോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ മാധവനുണ്ണി സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായ ട്രഷറർ സുരേന്ദ്രൻ, സോൺ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്, ക്ലബ്ബ് ഭാരവാഹികളായ MB നെൽസൺ, ജോൺ ജോസഫ്, സുരേന്ദ്രനാഥ്, ആൻഡ്രൂ മാത്യു, ലെറ്റി ആൻഡ്രൂ, സ്ഥാപനത്തിലെ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിഷ്മയിലെ അന്തേവാസികളുടെ ദേശഭക്തി ഗാനവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം പല
നമ്മൾ എപ്പോഴും സിസ്റ്റർ നേരത്തെ സിസ്റ്റർ ഇല്ല എന്ന് പറയാൻ പറയിച്ചു. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ സിസ്റ്റർ കേൾക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരാവശ്യമുള്ളത് തെക്കുംകര പഴയന്നൂർ പാടത്ത് വയോധികൻ കിണറ്റിൽ വീണ് മരിച്ചു. വേങ്ങലക്കുണ്ട് മുരിങ്ങയിൽ 93 വയസ്സുള്ള അന്തോണിയാണ് ഇന്നലെ രാത്രിയോടെ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 3 മുതൽ കാണാതായതിനെ തുടർന്ന് ഇയാളെ ബന്ധുക്കൾ അന്വേഷിച്ചു വരികയായിരുന്നു. മാടക്കത്ര NSLP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സിമി സുനീഷ്, NSLP സ്കൂൾ മാനേജർ NK രാമൻ, വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനൂപ്, വായനശാല സെക്രട്ടറി സുരേഷ്, പ്രധാനാധ്യാപിക ബീന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ ജനറൽ സിസ്റ്റർ LC സേവ്യർ പതാക ഉയർത്തി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിസിറ്റ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് സിജു മേനാച്ചേരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുട്ടികൾക്ക് മധുരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. झंडा ऊंचा रहे हमारा, विजय विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा. Good morning to one and all gathered here on this beautiful morning as we are here to become the part of the great celebration of the Independence Day of our nation. Honorable Chief Guest, Reverend Sister LC Sylvia, the Vicar General of the Congregation of the Holy Family, and all my dear people those who are gathered here, I wish you all a very happy Independence Day. On the same day, on 15 August 1947, Pandit Jawaharlal Nehru, the first Prime Minister of India, unfurled the national flag at Red Fort in Delhi. The freedom we enjoy today because of the struggles and hardships of many of our freedom fighters. Not only the leaders, those who are in the list, but the common people who were doing lots of struggles for the freedom of our country. Today we are reminded of all of them. As we remember them, we also remember the people who tirelessly worked, noticed and unnoticed work for the betterment of our country in India. What is freedom? Freedom എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന പോലെ ചെയ്യുന്നതല്ല freedom. I need freedom എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് എന്താണ് ശരിക്കുള്ള freedom? Nelson Mandela, the former US president, once said, freedom is respecting and enhancing the freedom of others. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ as we celebrate this Independence Day, let us have that same freedom to take care of others' freedom. And also, as today we remember that we are a country with unity in diversity. There are so many cultures, religions, and languages in our country. And we remember all this. We should remember that our national ekatvam should not be a weakness for us.
We should strengthen our unity in our country. And we also have to get the freedom and get away from all the bondages that is affecting us in our day-to-day lives. Freedom of our thoughts, freedom of our speech. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9452225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണാറ സെന്റ് ജോസഫ് ഇടവക ജനങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ 1200 പൊതിച്ചോറുകൾ നിരാലംബരും നിസ്സഹായരുമായ ആളുകൾ താമസിക്കുന്ന 25 സ്നേഹസദനങ്ങളിൽ എത്തിച്ചു. പരിപാടി മാർ ബോസ്കോ പുത്തൂർ ആശീർവദിച്ചു. ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും സംയുക്ത ആഘോഷത്തിന്റെ ഭാഗമായി കണ്ണാറ ഇടവക ജനങ്ങൾ നടത്തുന്ന കാരുണ്യത്തിന്റെ തീർത്ഥാടനമാണ് കരുതൽ സ്പർശം 2025. ഇടവക സമൂഹത്തിലെ ഭവനങ്ങളുടെ അടുക്കളകൾ വിശുദ്ധീകരിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. നിരാലംബരായി കഴിയുന്ന മക്കൾക്ക് തങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എന്നതുപോലെ സന്തോഷത്തോടെ ഭക്ഷണം പാചകം ചെയ്ത് പങ്കുവെക്കലിലൂടെ കണ്ണാറ സെന്റ് ജോസഫ് ഇടവകയിലെ അംഗങ്ങൾ തങ്ങളുടെ കരുതലിന്റെ മഹനീയ മാതൃക സമൂഹത്തിന് വെളിവാക്കി നൽകി. യഥാർത്ഥ സ്വാതന്ത്ര്യം സേവനം ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കരുതൽ സ്പർശം 2025 രൂപം കൊണ്ടത്. അപരനെ കരുതാനുള്ള സ്നേഹ മനോഭാവം സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ഈ ദൗത്യം എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന സന്ദേശമുയർത്തി കരുതൽ സ്പർശം പരിപാടിക്ക് കണ്ണാറ ഇടവക വികാരി ഫാദർ വർഗീസ് കരിപ്പേരി, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ, കേന്ദ്ര സമിതി, മാതൃവേദി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷം നെട്ടിശ്ശേരി യൂണിറ്റ് നഗർ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി പതാക ഉയർത്തി. അസോസിയേഷനിലെ SSLC+2 വിജയികളെ മെമന്റോ നൽകി ആദരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണം നടന്നു. ഒരു തൈ നടാം വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരിയും സെക്രട്ടറി ജെയിംസ് ചിറ്റിലപ്പള്ളിയും ചേർന്ന് വൃക്ഷത്തൈ നട്ടു. ട്രഷറർ സുരേന്ദ്രൻ നായരങ്ങാടി നന്ദി പറഞ്ഞു. വ്യാപാരി വ്യവസായി മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മണ്ണുത്തി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് CA ബാബു പതാക ഉയർത്തി.
യൂണിറ്റ് ഭാരവാഹികളും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത്. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും ജനാധിപത്യ മതേതരത്വ സംരക്ഷണ പദയാത്രയും നടന്നു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവനിൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത പെറ്റി ഓഫീസറായ ബാലഗോപാൽ KN പതാക ഉയർത്തി. തുടർന്ന് ജനാധിപത്യ മതേതരത്വ സംരക്ഷണ പദയാത്രയും സംഘടിപ്പിച്ചു. പുന്നമ്പറമ്പ് സെന്ററിൽ വെച്ച് നടന്ന പദയാത്രയുടെ സമാപനം വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ്, വർഗീസ് വകയിൽ, ജനറൽ സെക്രട്ടറിമാരായ ജോഷി കല്ലിയൽ, ജോണി ചിറ്റിലപ്പള്ളി, PV വിനയൻ, PV ഹസനാർ, K. ബിരേഷ്, AA അഷ്റഫ്, P. സുനിൽകുമാർ, പഞ്ചായത്ത് മെമ്പർ PS റഫീഖ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് IA സബീല, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അനിൽകുമാർ, സേവാദൾ ബ്ലോക്ക് ചെയർമാൻ ബൈജു ഐനിക്കൽ, ജോൺ ഉലഹനാൻ, രാജു പുലയത്ത്, CV വിജയൻ, അനൂപ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു പതാക ഉയർത്തി. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ജാതിമത ഭേദങ്ങൾക്കപ്പുറമായി ഭാവി ജീവിതം ഭാസ്വരമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും പ്രതിജ്ഞയെടുക്കണമെന്നും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രഭാഷണത്തിൽ MU മുത്തു പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CJ രാജേഷ്, യൂണിയൻ ഭാരവാഹികളായ മാർട്ടിൻ ഡിക്രൂസ്, യോഹന്നാൻ KV, പൗലോസ് ബാബു, KV ബാബു ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുര പലഹാര വിതരണവും നടന്നു. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. നടത്തറ കാച്ചേരി അവിലിശ്ശേരി ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് പോലൂക്കര സ്വദേശി മൂഞ്ഞൽ വീട്ടിൽ 40 വയസ്സുള്ള സോജി മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി ഏറെ നേരത്തെ തിരച്ചിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെങ്ങും 79ാം സ്വാതന്ത്ര്യ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തൃശൂർ കാളത്തോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിൽ സന്ദീപ് വാര്യർ മേയർ MK വർഗീസിനും സുരേഷ് ഗോപിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി. വോട്ട് ചോർച്ചയിലൂടെ ഭരണഘടനയുടെ ആത്മാവ് മോദി തകർത്തതായി MP ബെന്നി ബെഹനാൻ നൈറ്റ് മാർച്ചിൽ ആരോപിച്ചു. മണ്ണുത്തി താണിക്കുടം മേഖലകളിൽ വെള്ളിയാഴ്ചയുണ്ടായ കനത്ത മഴ വൻ നാശനഷ്ടങ്ങളുണ്ടാക്കി. വീടുകളിലും റോഡിലും വെള്ളം കയറി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.